ഈ മനുഷ്യനൊരു പ്രതിഭ തന്നെയാണ്. തന്റെ കാമുകി ഇപ്പോഴും തണുപ്പകറ്റാൻ ഒരു സാധാരണ രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൾക്കു വേണ്ടി ഒരു മൾട്ടി ഫങ്ഷണൽ ഹീറ്റർ നിർമ്മിക്കാൻ അയാൾ തീരുമാനിച്ചു. 3 വൃത്താകൃതിയിലുള്ള മെറ്റൽ പ്ലേറ്റുകൾ മുറിച്ചുകൊണ്ടാണ് അയാൾ ആരംഭിച്ചത്. ശേഷം അയാൾ ഒരു ഗ്രിഡ് പാറ്റേൺ ഒരു പ്ലേറ്റിൽ അടയാളപ്പെടുത്തി വിടവുകൾ മുറിച്ചെടുത്തു. തുടർന്ന് അയാൾ സ്റ്റീൽ ബാറുകൾ ഉപയോഗിച്ച് ഒരു സപ്പോർട്ട് ഫ്രെയിം വെൽഡ് ചെയ്തു. അയാൾ ഫ്രെയിം ഒരു വൃത്താകൃതിയിലുള്ള മെറ്റൽ ട്യൂബിനുള്ളിൽ വെച്ച് അവിടെ ഉറപ്പിച്ചു. അത് ഉറപ്പിച്ച ശേഷം അയാൾ താൽക്കാലിക സപ്പോർട്ട് ഫ്രെയിം മുറിച്ചുമാറ്റി. പിന്നീട് അയാൾ മറ്റൊരു മെറ്റൽ പ്ലേറ്റിന്റെ മധ്യഭാഗത്ത് ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരം മുറിച്ചു. അയാൾ ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള പൈപ്പ് ആ പ്ലേറ്റിന്റെ മധ്യഭാഗത്തേക്ക് വെൽഡ് ചെയ്തു. ഈ പ്ലേറ്റ് പ്രധാന ട്യൂബിന്റെ തുറന്ന അറ്റത്ത് അയാൾ ഘടിപ്പിച്ചു. കൂട്ടിച്ചേർത്ത ഭാഗം അടയ്ക്കുന്നതിനായി അയാൾ പ്ലേറ്റും പൈപ്പും ഒരുമിച്ച് വെൽഡ് ചെയ്തു. തുടർന്ന് അയാൾ അവസാനത്തെ വൃത്താകൃതിയിലുള്ള പ്ലേറ്റ് മുകളിൽ വെൽഡ് ചെയ്തു. അതിനുശേഷം അയാൾ ഒരു ചതുരാകൃതിയിലുള്ള ട്യൂബ് നിരത്തി കട്ടിംഗ് ലൈനുകൾ അടയാളപ്പെടുത്തി. ഒരു കട്ടിംഗ് ഉപകരണം ഉപയോഗിച്ച് അയാൾ അടയാളപ്പെടുത്തിയ ഭാഗം നീക്കം ചെയ്തു. ചതുരാകൃതിയിലുള്ള ട്യൂബിന്റെ ഒരു വശത്തിന്റെ ഭാഗം അയാൾ മുറിച്ചുമാറ്റി. എന്നിട്ട് ഒരു ആഷ്ട്രേ ഉണ്ടാക്കുന്നതിനായി മുൻഭാഗം വെൽഡ് ചെയ്ത് അടച്ചു. തുടർന്ന് അയാൾ ആഷ്ട്രയുടെ മുകളിൽ ഒരു വലിയ ചതുരാകൃതിയിലുള്ള ദ്വാരം മുറിച്ചു. പുക പുറത്തേക്ക് പോകുന്നതിനായി അയാൾ വശത്ത് ഒരു വൃത്താകൃതിയിലുള്ള വെന്റ് ദ്വാരവും മുറിച്ചു. ശേഷം അയാൾ ഒരു വലിയ മെറ്റൽ ഡ്രം കണ്ടെത്തി. അയാൾ താഴെ ഒരു ചതുരാകൃതിയിലുള്ള ദ്വാരം മുറിച്ചു. അതിനു മുകളിൽ അതിലും വലിയൊരു ദ്വാരം മുറിച്ചു. അയാൾ താഴെ ഒരു മെറ്റൽ ഫ്രെയിം വെൽഡ് ചെയ്തു ചതുരാകൃതിയിലുള്ള ട്യൂബിംഗ് ഉപയോഗിച്ച്. തുടർന്ന് അയാൾ ഫ്രെയിമിന് താഴെ തിരിയുന്ന ചക്രങ്ങൾ ഘടിപ്പിച്ചു. അതിനുശേഷം അയാൾ ഒരു കോപ്പർ ട്യൂബിംഗ് ചുരുൾ ഹീറ്ററിന്റെ മധ്യഭാഗത്ത് ചുറ്റി. സ്റ്റൗവിനുള്ള ഒരു വാതിലും ചിമ്മിനിയും ഉണ്ടാക്കാൻ അയാൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ചു. ഇൻസുലേഷനായി അയാൾ വിടവുകൾ മണൽ കൊണ്ട് നിറച്ചു. അവസാനമായി അയാൾ കറുത്ത പെയിന്റ് സ്പ്രേ ചെയ്തു. അങ്ങനെ ആ മൾട്ടി പർപ്പസ് വിറക് കത്തിക്കുന്ന ഹീറ്റർ പൂർത്തിയായി. ഇതിന് വെള്ളം ചൂടാക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒരു മുറി ചൂടാക്കാനും കഴിയും. ഇത് വളരെ പ്രായോഗികമാണ്. അപ്പോൾ മുഴുവൻ സ്കോർ 10 ആണെങ്കിൽ ഈ ഹീറ്ററിന് നിങ്ങൾ എത്ര പോയിന്റുകൾ നൽകും?